നമസ്തേ. പൂർവം രാമതപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിമർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം. ഇത് ഒറ്റ ശ്ലോക രാമായണം. രാമകഥാ സംഭവങ്ങളുടെ സംഗതമായൊരു കോർത്തിണക്കൽ. രാമന്റെ വനവാസവും മായപ്പൊന്മാനിലൂടെയുള്ള രാവണന്റെ സീതാപഹരണവും സമുദ്രലംഘനവും ലങ്കാധിപന്മാരുടെ നിഗ്രഹവുമെല്ലാം ഒറ്റ വരിയിൽ കൊരുത്തിരിക്കുന്നു. രാമായണ മാസം തീർന്നു വരികയാണ്. രാമകഥാഭാഷ്യങ്ങളുടെ മനോഹാരിത സാധകരിൽ ആത്മാന്വേഷണ കൗതുകമുണർത്താൻ പോന്നതാണ് എക്കാലവും. സർവരിലും രമിക്കുന്ന ആത്മഭാവം രാമൻ, തന്റെ സന്തത സഹചാരി സീത. എന്നാൽ ശാന്തി എന്നർത്ഥം. ആത്മാവിന്റെ സഹജഭാവമായ ശാന്തിയെ അപഹരിക്കുന്നത് ദശമുഖനായ രാവണൻ. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായ ദശേന്ദ്രിയങ്ങൾ ഇഹലോക കാമനകളുടെ മായാ കാഴ്ചകൾ ഒരുക്കുന്ന മായപ്പൊന്മാന് പിന്നാലെ പായുമ്പോഴാണ് ആത്മശാന്തി നഷ്ടപ്പെടുക. സമുദ്രലംഘനം നടത്തി ലങ്കാധിപന്മാരെ വധിച്ചാണ് അവളെ തിരികെ നേടുന്നത്. ഇളകിമറിയുന്ന മനോവികാരങ്ങളുടെ സംസാരസാഗരത്തെ വിചാരലോകം കൊണ്ടാണ് നാം മുറിച്ചു കടക്കേണ്ടത്. വൈകാരിക പ്രക്ഷുബ്ധതകളുടെ കടൽ കടക്കേണ്ടത് ദൈവനാമത്തിന്റെ തുടർ ജപം കൊണ്ടാണ്. വെള്ളത്തിൽ കിടന്ന് തുള്ളുന്നതാണ് ലങ്ക, നമ്മുടെ ഹൃദയം പോലെ. ലങ്കാധിപന്മാർ ഹൃദയപ്രകൃതികളുടെ പ്രതീകമാണത്രേ. സാത്വികൻ വിഭീഷണൻ നന്മയോട് ചേരുന്നവൻ. എന്നാൽ രാജസൻ രാവണനും താമസൻ കുംഭകർണനും യുദ്ധമൂർത്തികൾ. ഞാൻ എന്ന ഭാവം മുറ്റിനിൽക്കുന്ന രജോഗുണവും ആലസ്യം മലസത എന്നിവ തിങ്ങുന്ന തമോ ഗുണവും ഒരുവന്റെ ഹൃദയഭാവങ്ങളിൽ നിന്ന് നീങ്ങുമ്പോഴാണ് അയാൾക്ക് ആത്മശാന്തി തിരികെ ലഭിക്കുക. ശരിക്കും ഈ ഇന്റേണൽ സ്റ്റിൽനെസിനെ കുറിച്ചാണ് പൗരസ്ത്യരുടെ കഥനങ്ങളിലേറെയും. ലവോത്സു പറഞ്ഞത്, ടു ദ മൈൻഡ് ദാറ്റ് ഈസ് സ്റ്റിൽ ദ ഹോൾ യൂണിവേഴ്സ് സറണ്ടേഴ്സ് എന്നാണ്. സങ്കീർത്തനവാക്യം ഓർമ്മയുണ്ടല്ലോ, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിലെ ഹെസിക്കാസ്റ്റ് മൂവ്മെന്റ് മുന്നോട്ട് വെച്ച ജീസസ് പ്രേയറിന്റെയൊക്കെ സാങ്കത്യം ഇവിടെയാണ്. ഈ നിശബ്ദ സന്യാസികളെ സംബന്ധിച്ചിടത്തോളം മൗനമെന്നാൽ മനുഷ്യരോട് മിണ്ടാതിരിക്കലല്ല, പിന്നെയോ സൈലൻസ് ഇസ് ദ കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നാണ് അവർ പറയുക. നിരന്തരമായ ഈശ്വരനാമ ജപത്തിലൂടെ സാധ്യമാവുന്ന ഹൃദയശുദ്ധീകരണത്തിന്റെ ഇത്തരം വാതിലുകളെ നാം ഇന്ന് കൊട്ടിയടച്ചു. എന്നിട്ട് ആരാധനകളൊക്കെ ശബ്ദാധിക്യത്തിന്റെയും പ്രദർശനപരതയുടെയും രംഗവേദികളാക്കി തീർത്തു. പരസ്പരം പോരടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭക്തിയുടെ ശക്തി പ്രകടനങ്ങൾ കൊണ്ട് ദൈവത്തിന് പോലും സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. റിലിജിയോസിറ്റി വർദ്ധിക്കുന്നുണ്ട്, ഒപ്പം ഇൻടോളറൻസും. ദൈവവിശ്വാസത്തിന്റെ മറവിൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസം വല്ലാതെ കുറയുന്നു. PM ആന്റണിയുടെ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവിൽ തുടങ്ങി ഹരീഷിന്റെ മീശ വരെ വെട്ടേണ്ടി വരുന്ന അസഹിഷ്ണുതയുടെ ഈ ഗതികെട്ട പോക്ക് അപകടം പിടിച്ചതാണ്. എലൈറ്റ് ക്ലാസ് കോംപ്ലക്സ് കൊണ്ട് വല്ലാതെ എക്സ്ക്ലൂസീവായി തീരുന്നുണ്ട് നമ്മുടെ മതബോധനങ്ങൾ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ മഹാചാര്യൻ കലഞ്ചേർ കരുണാനിധിക്ക് പരാശക്തി എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ 1952ലേതുപോലെ ഇന്ന് എഴുതാനാവുമെന്ന് തോന്നുന്നില്ല. ഉറ്റ തങ്കച്ചി നേരിട്ട ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും അപമാനത്തിന്റെയും കാരണക്കാരാരെന്ന് ചൊല്ലി ശിവാജി ഗണേശൻ സ്വയം മറന്നഭിനയിച്ച ആ കോടതി മുറി രംഗത്തിലെ ചോദ്യങ്ങളിൽ ചിലതിങ്ങനെയാണ്.
കടവുൾ പേരാൽ കാമലീലയെ നടത്തും പോളി പൂശാരികളെ നാട്ടിലെ നടമാടാൻ വിട്ടത് ആർ കുറ്റം? കടവുൾ കുറ്റമാ? കടവുൾ പേരെ ചൊല്ലി കാലക്ഷേപം നടത്തും കലയർവകൾ കുറ്റമാ? ആര്യനിസത്തിന്റെ പ്രേതബാധയുള്ള ഈ കാലത്ത് ഇങ്ങനെയൊരു ചോദ്യം അസാധ്യമോ? ശരിക്കും ഭ്രാന്തുകൾ നിർത്തി നാം മടങ്ങണം മനുഷ്യരിലേക്കും ദൈവത്തിലേക്കും. ജീവിതത്തിന്റെ കടിഞ്ഞാൺ നാം സ്വയം തെരഞ്ഞെടുത്ത് ദൈവത്തിൽ തന്നെ ഏൽപ്പിക്കണം. അതിനാദ്യം ഒന്നടങ്ങണം, അടങ്ങിയിരിക്കണം. എന്നിട്ട് എന്റെ ജീവിതഗമനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരെന്ന് നോക്കണം. അയൽക്കാരന്റെ വീടോ, സ്നേഹിതന്റെ ജോലിയോ, ശത്രുവിന്റെ വാക്കോ, അപരിചിതന്റെ സമ്പത്തോ, അവരന്റെ അധികാരമോ, ഇങ്ങനെ ഏതാണ് നമ്മുടെ ആന്തരിക സ്വച്ഛതയെ തകർക്കുന്നത്? ശരിക്കും അത്രയൊന്നും ദുർബലരല്ല സഖാവേ നമ്മൾ. അമ്മ മറിയത്തെ നോക്കുക, എത്ര നിസ്സാരയായ ഒരു പെൺകുട്ടി, ലോകപ്രകാരമുള്ള ഗരിമകളൊന്നുമില്ലാത്തവൾ. എന്നിട്ടും അവൾ കടന്നുപോയ സഹനപാതകളിൽ അത്രയും അവൾ എത്രമേൽ നിസ്തോഭയായി നിൽക്കുന്നു. അവളുടെ മൗനത്തിന്റെ ലാവണ്യം എക്കാലവും നമ്മെ മോഹിപ്പിക്കുന്നു. ആദരവോടെ സഖേർ.